അവളെന്താ താലി എടുത്ത് കാണിച്ചപ്പോ ആന്റി പേടിച്ചു പോയോ? ആന്റി അത് വലിച്ചു പൊട്ടിക്കണമായിരുന്നു. അപ്പൊ തീർന്നേനാ അവകാശം പറച്ചിൽ. ഏട്ടനെ അവള് കാണാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അത് നടന്നു. പക്ഷെ പുറത്തിറക്കി വിട്ടിട്ട് അവളുടെ മുന്നിൽ കീഴടങ്ങാൻ പാടില്ലായിരുന്നു മമ്മി. എന്തറിഞ്ഞിട്ടാടി നിങ്ങൾ ഈ പറയുന്നത്? അവള് പറഞ്ഞ എന്താന്ന് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടാണല്ലോ. പുറത്തിറക്കി വിട്ടാൽ ചെന്ന് കയറാനുള്ള സ്ഥലം അവൾക്ക് അറിയാന്ന്. അത് എന്തിനെ കുറിച്ചാണ് അവള് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? പോലീസ് സ്റ്റേഷനെ കുറിച്ച്. അങ്ങനെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ മുമ്പിലേക്ക് അവൾ പോയാലേ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുമ്പോ ഭാര്യയെ അകറ്റി നിർത്തുന്നു എന്നൊരു കുറ്റം നമ്മൾ ചുമക്കണ്ട. അന്വേഷണത്തിന് വരുമ്പോ ആരായാലും കാണിക്കുന്നത് മനുഷ്യത്വ ഇല്ലായ്മന്ന് പറഞ്ഞ് ആദ്യം അനുവദിച്ചു കൊടുക്കുന്നതേ സൂര്യയുടെ അടുത്ത് നിൽക്കാനുള്ള അവകാശമായിരിക്കും. അത് സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? അത് ഞങ്ങൾ ആലോചിച്ചില്ല മമ്മി. എന്നാ ഞാൻ അതൊക്കെ ആലോചിക്കും. എന്നാ ഒരു കാര്യം തീരുമാനിച്ചോ, അവൾ ഈ ഗേറ്റ് വിട്ട് പുറത്തു പോവാതിരിക്കേണ്ടതും ഈ കാര്യത്തിൽ വേറെ ഒരാളും ഇടപെടാതിരിക്കേണ്ടതും നമ്മുടെ ആവശ്യം. അപ്പൊ പിന്നെ അവളെ തിരിച്ച് അകത്തേക്ക് കയറ്റണമെന്നാണോ? നമ്മുടെ തീരുമാനങ്ങളൊക്കെ മാറ്റി സൂര്യയെ അവള് നോക്കണമെന്നാണോ? വിജയ്, ബിസിനസ് ലോകത്ത് ചെന്ന് ഒന്ന് അന്വേഷിക്കണം. പത്മയ്ക്ക് എതിരെ നിന്ന് സംസാരിച്ചവർ ആരും അവരുടെ പഴയ പൊസിഷനിൽ ഇപ്പോഴുണ്ടോന്ന്. ഒരൊറ്റ ഒരുത്തനും കാണില്ല. ഗർവം കൊണ്ട് പത്മയ്ക്ക് നേരെ വന്നവർ പിന്നെ വീണതാണ് ചരിത്രം. അനുഭവിച്ചൊക്കെ കൂട്ടിയതാണ് ചരിത്രം. നോക്ക്, നമുക്ക് എല്ലാവർക്കും അവളോട് പകയുണ്ട്. കാരണം അവള് തൊട്ടതേ നമ്മുടെ അഭിമാനത്തെയാ. നമ്മുടെ കുടുംബം ഒരു വേലക്കാരിക്ക് കീഴടങ്ങേണ്ടവരല്ല. ഒരു വേലക്കാരി നമ്മുടെ കുടുംബത്തിലെ ഒരുത്തന്റെ മുറിയിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ 100 വർഷം കഴിഞ്ഞാലും അതിന്റെ പാപം നിലനിൽക്കും. അതെനിക്ക് മാറ്റിയെടുത്തേ പറ്റൂ. അവൾ അവളുടെ വാശിയിൽ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ. പക്ഷെ അവള് സൂര്യ കാണില്ല. അങ്ങനെ വെന്ത് നീറി നീറി ഒടുവില് അവള് തന്നെ തീരുമാനിച്ച് ഇവിടുന്ന് പടിയിറങ്ങും. അതുവരെ വിട്ടുകൊടുക്കില്ല ഞാൻ. ഇവളെന്തൊരു ബെഡ്ഷീറ്റ് തറയിലിരിക്കുന്നത്? ഇതെന്തിനാ എന്തരജേ? അളിയനെ കാല് രണ്ടും വയ്യാത്തല്ലേ? അപ്പോ കട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ അളിയൻ എങ്ങനെ ഇവിടെ വന്ന് കിടക്കുന്നേ? അളിയൻ കിടക്കണ്ട, അളിയന്റെ അളിയന് കിടക്കാലോ. അളിയന്റെ അളിയനെന്ന് പറഞ്ഞ അതിന് നന്ദിനിക്ക് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ. ഇത് വിജയ്ക്ക് കിടക്കാന്. എനിക്കോ? അതെ, ഇന്നു മുതല് വിജയ് ഇവിടെയാ കിടക്കുന്നത്. എന്താ ഇന്ദ്ര ചെയ്ത്? ഞാനെങ്ങനെ നിലത്ത് കിടക്കും? അതും AC പോലും ഇല്ലാത്തടത്ത്. എത്ര പാതിരാത്രി ആയാലും നന്ദിനി ഈ റൂമിനകത്തേക്ക് കയറാൻ പാടില്ല. വിജയ് ഇവിടെ കിടക്കുന്നതാ നല്ലത്. പിന്നെ കിടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബോധം കെട്ടിടന്ന് ഉറങ്ങിക്കളയരുത്. അതെ ഇന്ദ്രജേ, അളിയന്റെ മുറി ഇവിടെ നിന്ന് അങ്ങ് പൂട്ടിയാ പോരെ? പിന്നെ നന്ദിനിക്ക് അകത്ത് കയറാൻ പറ്റില്ലല്ലോ.
സംഗതി സിമ്പിൾ അല്ലേ? പിന്നെ നമുക്ക് നമ്മുടെ മുറിയിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അത്ര ഒരു ബുദ്ധിയും വേണ്ട. ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങിയാ മതി. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും കാരണവശാ വിജയെ മറികടന്ന് നന്ദിനി അകത്തേക്ക് പോയാ മമ്മി അതറിയും. ഈ കാര്യത്തിന് പോലും ഒരു ഉപകാരം ഇല്ലാത്ത ഒരാളെ ഈ വീട്ടിൽ വേണ്ടെന്ന് വെച്ചാ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ്. അളിയന്റെ കാലിന് പടക്കം വീഴുന്നതിന് കുഴപ്പമില്ല, അളിയന്റെ കാല് തകർന്നാലും കുഴപ്പമില്ല. ആ, അതിന്റെ ശിക്ഷ മുഴുവൻ എനിക്ക്. മമ്മി അനുസരിക്കാമെങ്കിൽ അനുസരിച്ചു. ഞാനേ അനുസരിച്ചോളാം. പിന്നെ പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഒരു മിനിറ്റ്, നീ പോടാ. അതെ, എനിക്ക് മൊബൈൽ ഇവിടെ ഇരിക്കട്ടെ. എനിക്കിതാ നീളത്തിൽ ഇങ്ങനെ കിടക്കാൻ ഇത്രയും സ്ഥലം മതി. ഇത്രയും സ്ഥലം മുഴുവൻ ബാക്കിയാ. ഇന്ദ്രജ വേണമെങ്കിൽ ഇവിടെ കിടന്നോ, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാന്നേ. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന നന്ദിനി ഒരു എനിക്ക് വയ്യ. എനിക്ക് നിലത്ത് കിടക്കാനും പറ്റില്ല, AC-ഇല്ലാതെ കിടക്കാൻ ഒട്ടും പറ്റില്ല. ഓ, അയ്യോ, കൃത്യമായിട്ടൊരു പണിയുമില്ലാതെ ഭാര്യ വീട്ടിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടന്ന ഇത് എന്നെ അവസ്ഥ. എന്താ പറഞ്ഞേ? ഞാനേ എന്നോട് തന്നെ സംസാരിച്ചതാ. എനിക്കിത്തിരി നാണവും മാനവും വെക്കട്ടെ എന്ന് കരുതിയിട്ട്. അല്ല, അതും തെറ്റാണോ? എന്താന്ന് വെച്ചാ ചെയ്യ്. അല്ല എന്തരജേ, ഉറക്കം വന്നില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? വേണ്ട, ഞാൻ റൂം അടയ്ക്കാൻ പോവാ. എന്ത് സംഭവിച്ചാലും തുറക്കില്ല. പിന്നെ വെറുതെ വന്ന് മുട്ടണ്ട. ഇന്ദ്രജെ, എനിക്ക് പെട്ടെന്ന് ദാഹിച്ച് കുറച്ച് വെള്ളം കുടിക്കണമെങ്കിൽ ഇവിടെ ഏത് പൈപ്പ് തുറന്നാലും വെള്ളം കിട്ടും. പൈപ്പ് വെള്ളം കുടിച്ചാ മതി. ആ, നമ്മുടെ ഗതികേട്. അല്ലാതെ എന്ത് പറയാൻ? അളിയൻ കാല് നിലത്ത് കുത്തുന്നത് വരെ ഇവിടെ കിടന്നല്ലേ പറ്റൂ. ഇതെങ്ങനെയാ ഈ നിലത്ത് കിടക്കുന്നേ? ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ജനിച്ചതേ സ്പ്രിങ് മെത്തയിലായതുകൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല. ഇതിപ്പോ ഞാൻ എന്താ കാണിക്കുന്നേ? ഞാൻ എന്തിനാ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട്? ഇവിടെ തന്നെ കിടക്കാം. അയ്യോ,